തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ആ തിരക്കിനിടയിലും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം കണ്ടെത്തണമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്തോ കുറേ ചെയ്യാനുണ്ട്, എന്തോരം തിരക്ക്, പ്രാർത്ഥിക്കാൻ സമയമില്ല. മനസ്സും അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. പ്രാർത്ഥിക്കാൻ വരുമ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും കുറേ കാര്യങ്ങളെ കുറിച്ച്. അവിടെയും നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല. അത് പ്രലോഭനമാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നു, കുറേ ഫോൺ നമുക്ക് വിളിക്കാനുണ്ട്. എന്നാൽ ചാർജ് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക? ചാർജ് ചെയ്യാൻ കുത്തിയിടും, മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കില്ലേ? ഇത് തന്നെയാണ് മാനുഷിക ജീവിതത്തിൽ. നീ ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുക. എല്ലാ തിരക്കും കഴിഞ്ഞ് നമ്മൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതല്ല. പ്രാർത്ഥനയോടുകൂടി ജീവിതം ചാർജ് ചെയ്ത് തിരക്കുകളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ തിരക്കുകൾക്കിടയിൽ നമുക്ക് ശാന്തമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ, ശാന്തമായിട്ട് എല്ലാം ചെയ്യണമെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നൊരു ശക്തിയുണ്ട്. മാർട്ടിൻ ലൂതർ പറയുന്ന ഒരു മനോഹരമായ ചിന്തയുണ്ട്, എനിക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇന്ന് കുറേയേറെ തിരക്കുണ്ട്, അതിനേക്കാളും വലിയ തിരക്ക് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനുള്ള തിരക്കായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ ആ വ്യക്തികൾക്കൊക്കെ ശാന്തമായിട്ട് സംതൃപ്തിയോട് സന്തോഷത്തോടു കൂടി ചെയ്യാൻ സാധിക്കും. ചെല്ലുന്ന സ്ഥലങ്ങളിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. അല്ലാതെ പോകുന്ന വ്യക്തി ചെല്ലുന്നിടത്ത് ഒരു സമാധാനം ഉണ്ടാകില്ല. എപ്പോഴും തടസ്സങ്ങളായിരിക്കുള്ളൂ. ഈ പിറുപിറുപ്പും അതുപോലെ പരാതിപ്പെടലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്കറിയാം, ചിലവര് ഈ മൊബൈൽ ഫോൺ കുത്തിയിട്ടിട്ട് വിളിക്കാൻ നോക്കും. അത് വലിയ അപകടമാണെന്ന് അവർക്ക് തന്നെ അറിയാം. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഈ കുത്തിയിട്ടിട്ട് വിളിക്കുന്ന ആ സമയം അവസാനിപ്പിക്കുക. ദൈവത്തിന് സമയം കണ്ടെത്തുക. ദൈവത്തിൻ്റെ അരികിലിരിക്കുന്ന, ദൈവത്തോട് സംസാരിക്കുന്ന സമയം ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയമായിട്ട്, അത് എപ്പോഴെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം, വിലപ്പെട്ട സമയം ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ സമയം കണ്ടെത്തുക. അങ്ങനെ ഈ യേശു ചെയ്തതുപോലെ എത്ര തിരക്കുണ്ടായാലും, ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം ഉണ്ടായാലും, അതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം എൻ്റെ ദൈവസന്നിധിയാണെന്ന് മനസ്സിലാക്കുക. അത് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ജീവിതം ശാന്തമായിരിക്കും. അത് കുറേ പേർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും ക്ഷീണമാവും, അവിടെ വന്നിരുന്ന് ഉറക്കാവും, അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, എല്ലാം കഴിഞ്ഞൊന്നും നടക്കില്ലെന്നേ. പിന്നെ നമ്മൾ പറയും തിരക്കായിരുന്നു പറയും. ഈ വാക്ക് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, ഒരാളെ വിളിക്കാനും പറ്റില്ല, ഒരാളോട് സംസാരിക്കാനും പറ്റില്ല. അതുകൊണ്ട് വിലപ്പെട്ട സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക, ചാർജ് ചെയ്ത് ആരംഭിക്കുക, പ്രാർത്ഥിക്കുക.